ഹായ് ഓൾ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നിവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് സാമ്പത്തികമായി അഭിവൃദ്ധിയിലോട്ട് പോകുന്നവരുടെ ഒരു എനർജിയാണ്. അത് കുടുംബവുമായിട്ട് ചേർന്ന് സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു എനർജിയിലോട്ടാണ് നിങ്ങൾ പോകുന്നതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഇപ്പോൾ ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും ഇതേ എനർജി വരണം എന്നില്ല. അപ്പോൾ അവരവരുടെ കർമ്മ ക്ലിയർ ആവുന്നതിനനുസരിച്ചിട്ടാണ് ഈ എനർജി ഈ ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ എത്തുന്നത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മാനസികമായിട്ട് തകർന്നിരിക്കുന്നവരും അതുപോലെ മെൻ്റൽ ബ്ലോക്കേജസ് ഒക്കെ ഉള്ളവരും എല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നന്നായിട്ട് ഹീൽ ചെയ്താൽ തന്നെ ഈ എനർജിയിലോട്ട് എത്തിച്ചേരുന്നതാണ്. ഹീലിംഗ് പ്രോസസ്സിനെ കുറിച്ചൊക്കെ ഒത്തിരി ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ, അതെല്ലാം യൂണിവേഴ്സിന് ഒരു ലെറ്റർ എഴുതുക. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വിഷമങ്ങൾ, അല്ലെങ്കിൽ അത് എന്ത് ഇമോഷൻ ആണെങ്കിലും, അതിപ്പോൾ ദേഷ്യമാണെങ്കിലും വൈരാഗ്യമാണെങ്കിലും എന്ത് ഇമോഷൻ ആണെങ്കിലും ആ ലെറ്റർ എഴുതിയതിന് ശേഷം അതിൽ കൊണ്ടുവന്നിട്ട് അത് കത്തിച്ച് കളയുക. എന്നിട്ട് യൂണിവേഴ്സിന് അത് സറണ്ടർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു കാര്യം, ആ ഒരു വികാരം, ആ ഒരു ഇമോഷൻ നിങ്ങൾ പിന്നെ കൊണ്ടു നടക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഇമോഷൻ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമോഷനും കാണത്തില്ല. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഹീലായി എന്ന് പറയാൻ പറ്റുന്നത് കേട്ടോ. അതുവരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ അനുഭവങ്ങൾക്കും അതുപോലെ തന്നെ വ്യക്തികൾക്കും, നിങ്ങൾക്ക് പെയിൻ തന്നിട്ടുള്ളതായിരുന്നാലും സന്തോഷം തന്നിട്ടുള്ളതായിരുന്നാലും എല്ലാവർക്കും നിങ്ങൾ ഫോർഗീവ്നെസ് കൊടുക്കുക, ക്ഷമ കൊടുക്കുക മനസ്സിൽ. അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് പറയണം എന്നല്ല പറയുന്നത്. നിങ്ങൾ അവരുടെ സോളിനോട് ക്ഷമ പറയുക കേട്ടോ. പിന്നെ അവരെ കാണുമ്പോഴോ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ നിങ്ങൾ ദേഷ്യമോ വിദ്വേഷമോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കരുത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ ഉണ്ടോ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടോ അതിനെല്ലാം നന്ദി പറയുക. അത് ആരോഗ്യത്തിനായിരുന്നാലും നിങ്ങളുടെ ഫിനാൻസ് ആയിരുന്നാലും അതുപോലെ എല്ലാത്തരം നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ ബന്ധങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിനും എല്ലാത്തിനും നിങ്ങൾ നന്ദി പറയുക. ഇത്രയും നാൾ നിങ്ങൾ എന്തെല്ലാം അച്ചീവ് ചെയ്ത് എടുത്തിട്ടുണ്ടോ അതിനെല്ലാം നിങ്ങൾ നന്ദി പറയുക. പിന്നെ അതുപോലെ തന്നെ ഹോ ഓപ്നോ യൂണിവേഴ്സിനും അതുപോലെ തന്നെ മണിക്കും പറയുക. അപ്പോൾ മണി ബ്ലോക്കേജസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഹോ ഓപ്നോ മണിക്ക് വേണ്ടിയിട്ട് പറയുന്നത് ആ മണി ബ്ലോക്കേജസ് ഒക്കെ മാറാൻ സഹായിക്കുന്നതാണ്. ഇത് ഡെയിലി ഒരു 108 തവണ നിങ്ങൾ ചൊല്ലുക. അപ്പോഴേക്കും തന്നെ ഒത്തിരി മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്യാനുള്ള ഡ്യൂട്ടീസും കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിത്വമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളുകളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇനി ഇപ്പോൾ ഇവിടെ അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ ടാലൻ്റ് എല്ലാം മറ്റുള്ളവരാൽ അംഗീകരിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ അറിയാൻ പറ്റുന്നത്. വളരെ നാളത്തെ ശ്രമങ്ങൾക്കെല്ലാം നിങ്ങൾക്കൊരു അംഗീകാരവും അതുപോലെ തന്നെ ഒരു പ്രശംസയും നിങ്ങളെ തേടിയെത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ടീം വർക്കൊക്കെ ചെയ്യുന്നവരുടെ എനർജി ഇവിടെ കണക്റ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോജക്റ്റൊക്കെ അപ്രൂവൽ കിട്ടുന്നതായിട്ടും ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു അഭിനന്ദനം പ്രശംസയൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ലൈഫിൽ വേദനിപ്പിച്ചിരുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളൊരു മോചനം നേടി നിങ്ങളുടെ വഴിക്ക് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അത്രയേറെ എന്താ പറയുക എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ട് എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെല്ലാം സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കി എന്താണ് റീസൺ എന്നുള്ളതിനൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാനുണ്ടായ കാര്യങ്ങളും അതുപോലെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി ഇനി ഈ ഇമോഷനായിട്ടൊന്നും പോയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നൊരു തിരിച്ചറിവിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി എങ്ങോട്ടാണോ നിങ്ങൾക്ക് പോകേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിലോട്ട്
അത് അന്വേഷിച്ച് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് തന്നെ എനർജി ഉണ്ടെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഹൈ എനർജിയിൽ തന്നെ നിങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് പോകും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഡിവൈൻ തരുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇമോഷൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് നിങ്ങൾ എത്തിച്ചേരുകയും അത് ഹോൾഡ് ചെയ്ത് നടന്നിട്ട് നിങ്ങൾക്ക് ഇനി ഒരു ബെനിഫിറ്റും ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് ഒരു നല്ലൊരു സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ഡിവൈൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമായിട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളത്, അതായത് ഈ കൊടുക്കൽ വാങ്ങലുകൾ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് പോളിസി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു വാണിംഗ് ഇവിടെ തരുന്നുണ്ട്. അതായത് നിങ്ങൾ കൂടുതലും ഇവിടെ കൊടുക്കുന്നതായിട്ടാണ്, ഗിവറായിട്ടാണ് ഇവിടെ കാണാൻ പറ്റും. പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രതിഫലം കിട്ടുന്നില്ല എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്നത്, ഇപ്പം നിങ്ങളുടെ സ്നേഹമായിരുന്നാലും നിങ്ങളുടെ മണി ആയിരുന്നാലും എന്തായിരുന്നാലും, നിങ്ങളുടെ ഇമോഷൻസ് ആവാം, നിങ്ങളുടെ കെയറിങ് ആകാം, ലവ് ആകാം, എന്തായിരുന്നാലും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് സെയിം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ഉറപ്പ് വരുത്തുക എന്ന് ഇവിടെ ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ഡിവൈൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജ്, നിങ്ങളിപ്പോൾ കുറേയേറെ ഓവർകം ചെയ്ത് വന്നിട്ടുള്ളവരാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇമോഷണൽ പെയിന് ഹീലാകാതെ കിടക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിപ്പോൾ ഹീൽ ചെയ്യാനുള്ള സമയമാണെന്ന് ഡിവൈൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സിനൊരു ലെറ്റർ എഴുതി അത് കത്തിച്ച് കളയാം. പിന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അവർക്ക് ആ സാഹചര്യങ്ങൾക്കും വ്യക്തികൾക്കും എല്ലാം നിങ്ങൾ ക്ഷമ നടത്തുക, ക്ഷമ കൊടുക്കുക. പിന്നെ ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം, യോഗ ചെയ്യാം, മ്യൂസിക് തെറാപ്പിയൊക്കെ നിങ്ങൾക്ക് ലൈഫിലോട്ട് കൊണ്ടുവരാം. അങ്ങനെ എന്ത് പ്രാക്ടീസ് വേണോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ എപ്പോഴാണോ ഹീലാവുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴാണോ ഹീലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ സാഹചര്യത്തിനെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ ഒരു പെയിൻ, ഒരു എമോഷനും ഉണ്ടാകാൻ പാടില്ല. അത്രയേറെ നമ്മൾ എന്നുവെച്ചാൽ അതെല്ലാം സംഭവിക്കേണ്ടതാണ്, ലൈഫിൽ സംഭവിക്കേണ്ടതാണ് എന്നുള്ളൊരു ഒരു ധാരണ, ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുമ്പോഴാണ് അത് ഹീലായി, അതുമായിട്ട് പെയിൻ ഒന്നും ഇല്ല എന്നുള്ളൊരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നിങ്ങൾ ഫുള്ളി ഹീൽഡായി എന്ന് പറയാൻ പറ്റുന്നത്. ആ ഒരു സ്റ്റേജിലോട്ട് വരണം, എങ്കിലേ നിങ്ങൾ ഈ എനർജിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരത്തുള്ളൂ. അതുവരെ മെൻ്റൽ ബ്ലോക്കേജ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ഫോർഗിവ്നെസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അതൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഇമോഷണൽ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതൊരു ക്രിയേറ്റീവ് മെസ്സേജ് ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് ഡിവൈനായിട്ട് നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു മെസ്സേജ് ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഡിവൈൻ തരുന്നത്. നിങ്ങൾക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിലുള്ളൊരു മെസ്സേജാണ് ആയിരിക്കും ഇത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ടെമ്പറൻസ് കാർഡിലും ഇവിടെ പറയുന്നത് നിങ്ങൾ മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഹീലിങ്ങിനായിട്ട് സമയം കണ്ടെത്തുക, അതുപോലെ തന്നെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഡിവൈൻ ഹീലിംഗ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു സമയം കൂടെ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ പലർക്കും റേക്കി ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ്, ക്രിസ്റ്റൽ ഹീലിംഗ്, അങ്ങനെ എനർജി ഹീലിംഗ് ചെയ്യണ രീതിയിലോട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതായിട്ട് ഇവിടെ ഡിവൈൻ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പ്രോസസ്സ് വളരെ ക്ഷമയോട് ചെയ്യുക. ഇപ്പോൾ ഈ ഹീലിംഗ് പ്രോസസ്സൊക്കെ ഇച്ചിരിയേറെ സമയം എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ക്ഷമയോടുകൂടി നിങ്ങൾ ഇതെല്ലാം ചെയ്താലേ നിങ്ങൾ നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് കണക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങളിത് ക്ഷമയോടുകൂടി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോവാട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് ടെമ്പറൻസിൽ നിങ്ങൾക്ക് ഹീലിംഗ് ഡിവൈൻ തന്നെയായിട്ട് തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് ധാരാളം ഉണ്ടാകുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. പിന്നെ ഹയർ എനർജി ആയിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡിവൈൻ ലവ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു സ്റ്റേജിലോട്ടൊക്കെ പോകുന്നുണ്ട്. അതുപോലെ അത് ഡിവൈൻ ലവ് ധാരാളമായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ.
ഈ ഡിവൈൻ ലവ് എന്താണ് എന്നുള്ള മനസ്സിലാക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നത് കൊണ്ടും തന്നെ നിങ്ങളൊരു ഇമോഷണൽ മെച്യൂരിറ്റിയിലോട്ട് എത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി എന്ത് പ്രശ്നം ലൈഫിൽ ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് അതെല്ലാം താങ്ങി നിർത്താനായിട്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡിവൈൻ ഉണ്ടല്ലോ എന്നുള്ളൊരു പരിപൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഹീലിംഗ് എനർജിയിലോട്ടൊക്കെ നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇൻറ്റ്യൂഷനൊക്കെ വളരെയധികം ഇമ്പ്രൂവ് ആകുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈലി ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആയിട്ട് മാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കുക, അതായത് നിങ്ങൾക്കൊരു ചതി ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റുന്നില്ല, ഒരു ചതി പറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. കൂടെയുള്ളവരെ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നത് ആയിട്ടുള്ളൊരു എനർജി ഉണ്ട്. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാകാം. അത് നിങ്ങളുടെ കൂടെയുള്ളവരുടെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഡിവൈൻ തരുന്നുണ്ട്. അപ്പോൾ ഇതിത്രയാണ് റീഡിങ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.